ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റസീന നിയാസ്. ഇത് റസീന, ഇത് നിയാസ്. അപ്പൊ കൊറേ ദിവസമായല്ലേ നമ്മളിങ്ങനെ ഒരു നമ്മുടെ ലോഗോന്റെ എന്താ പറയാ ചാനലിന്റെ പേരെല്ലാം പറഞ്ഞ് ഉഷാറാക്കിട്ട് ഇൻട്രോ വീഡിയോ എടുക്കാൻ കൊറേ കാലത്തിന് ശേഷം പിന്നെയും നമ്മള് അങ്ങനെ ഒന്ന് എടുത്ത് നോക്കിയതല്ലേ. കൊറേ കാലത്തിന് ശേഷം ഞാൻ ഒറ്റക്ക് കൊറേ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിയാസ്ക്ക് കൊറേ വീഡിയോയിൽ ഇപ്പൊ ഇല്ലാതായി. വൈകുന്നേരം വരുമ്പോ ലേറ്റ് ആവും. സൗണ്ട് ഇല്ലെങ്കിൽ കേൾക്കൂല, മൈക്ക് ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോ ഇന്നത്തെ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ അനോമലി സ്കാനിന് വേണ്ടിയിട്ട് പോയിട്ട് അപ്പോൾ 2-3 ആൾ ചോദിച്ചിട്ടുണ്ട് അനോമലി സ്കാൻ എടുത്ത പിന്നെ റിപ്പോർട്ട് എന്താ കാണിക്കാത്തത്. ഇന്നലെ നൈറ്റ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കോൾ വന്നിട്ടുണ്ടായി. എന്ന് വെച്ചാൽ എൻ്റെ ആ ഒരു അബോർഷൻ സ്റ്റോറിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നല്ലേ. അത് ഈ പ്രാവശ്യം നടന്നതാണെന്ന് വിചാരിച്ചു. ഒന്ന് പിടിച്ച സന്തോഷമായിരുന്നു. അത് ഈ പ്രാവശ്യം നടന്നതാണെന്ന് വിചാരിച്ചിട്ട് പാവം പേടിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് ഇന്നലെ വൈകുന്നേരം കുറേ സമയം വർത്താനം പറഞ്ഞു കേട്ടോ. എന്താ സംഭവിച്ചത് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പത്തല്ല, അത് ആദ്യത്തേതാണ്, പഴയ സ്റ്റോറിയാണെന്ന്. ഓർക്കാൻ പറ്റാത്ത മറക്കാൻ പറ്റാത്ത സ്റ്റോറി. നിയാസ്ക പറയണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത്. നിയാസ്ക പറയാനൊന്നും വന്നിട്ടില്ല. നിയാസ്ക അന്ന് നല്ല പേടിച്ചിട്ടില്ലേ? പേടിച്ചിട്ടില്ലേ? കുറെ എണ്ണങ്ങൾ കൂടുതൽ പേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ അനോമലി സ്കാനിനെല്ലാം പോയിട്ട് അപ്പോൾ സ്കാനിന് പോകുന്ന സമയത്ത് തന്നെ ഇന്ന് രാവിലെ തൊട്ട് വീഡിയോ എടുക്കണമെന്ന് കരുതിയതാ. പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം കുറേ ലേറ്റ് ആയിപ്പോയി അല്ലേ. നമുക്ക് 10 മണിക്കായിരുന്നു അപ്പോയിന്റ്മെന്റ്. 10:30 പക്ഷെ നമ്മള് പുറപ്പെട്ടത് 10 മണിക്ക്. ഇവിടുത്തെ 10 കിലോമീറ്റർ പോണം അങ്ങോട്ട്. 10 മണിക്ക് പുറപ്പെട്ടത് ലേറ്റായി. പിന്നെ ചാട്ടൻ ഡ്രസ്സിങ് ആക്കണ്ടായിട്ടും ട്രാഫിക്കും പോലീസും അങ്ങനെ കൊറേ സമയം നമ്മൾ എത്തിയിട്ട് നമ്മള് സ്കാനിങ് സെന്ററിലൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അവിടെ പോയി നമ്മള് ഫസ്റ്റ് നമ്മള് ടോക്കൺ എല്ലാം മേടിച്ചു, പേ ചെയ്യേണ്ടതെല്ലാം ഫീസെല്ലാം പേ ചെയ്ത് ഡോക്ടറെ കാത്തിട്ട് ഡോക്ടർ കൊറേ സമയം വന്നിട്ടില്ല അല്ലെ നിയാസ്ക? ഒരുപാട് സമയം ഡോക്ടർ വന്നിട്ടില്ല. 1.5 മണിക്കൂർ കഴിഞ്ഞു. 12 മണിയായി. അപ്പത്തേക്ക് വെറുതെ പോയത്. രാവിലെ ശരിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ആയിട്ടുണ്ടായിട്ടില്ല. പിന്നെ അങ്ങനെ ഒരു ജാതി എന്താ പറയാ ഇൻട്രസ്റ്റ് ഇല്ലാതായി പോയിട്ട്. അപ്പൊ സ്കാനിങ് സെന്ററിൽ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് നിയാസ്കക്ക് ഹെയർ കട്ടെല്ലാം ചെയ്യാനുണ്ടായി. അപ്പൊ സലൂൺ പോയി നിയാസ്കക്ക് ഹെയർ കട്ടും ഇതെല്ലാം ട്രിം ചെയ്യാനുണ്ടായി. അതെല്ലാം ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ട് വന്നു. അപ്പൊ അതിന് കുറെ സമയം അവിടെ പോയി. അതെല്ലാം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് മുമ്പോട്ട് കണ്ടാൽ മതി. കുറെ ചെറിയ വീഡിയോസ് എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ആക്കാൻ കണ്ടാൽ മതി. അത് കഴിഞ്ഞിട്ട് പിന്നെയും തിരിച്ച് നമ്മൾ സ്കാനിങ് സെന്ററിലേക്ക് തന്നെ പോയി സ്കാനിങ് എടുത്ത് മാഷാ അല്ലാ റിപ്പോർട്ടെല്ലാം അടിപൊളിയാണ്. എന്താന്ന് നാളെ പറയാട്ടാ. എന്തെന്ത് റിപ്പോർട്ട് ഉണ്ട് നാളത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഇന്നില്ല, ഇന്ന് സർപ്രൈസ് ആയിട്ട് ഇന്ന് ഒരു ചെറിയ വീഡിയോ അല്ല, ബാക്കിയെല്ലാം ഉണ്ട് ഇടാൻ. അതെല്ലാം കൂട്ടിയിട്ട് ഇടാട്ടാ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മള് മീൻ മേടിക്കാൻ പോയി. മീൻ മേടിച്ച് വലിയ കൊയില മീൻ മേടിച്ച്. പിന്നെ അന്ന് നമ്മള് ചെയ്തതുപോലെ തന്നെ നമുക്ക് നെയ്മീന്റെ തല കിട്ടിയിട്ടുണ്ടായിരുന്നല്ലേ. ഒരു 5 തല കിട്ടിയിട്ടുണ്ടായി. ആ തല കൊണ്ടുവന്നിട്ടാണ് ഇപ്പൊ വൈകുന്നേരം നിയാസ്ക സ്പെഷ്യൽ ആക്കുന്ന വൈകുന്നേരം നിയാസ്ക അത് സ്പെഷ്യൽ ആക്കുന്ന സമയത്താണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇപ്പൊ സമയം വന്നിട്ട് 6:30 ആണ്. അപ്പോൾ കറി എവിടെ ഉണ്ട് അതിൻ്റെതും വീഡിയോ ചെറിയ ക്ലിപ്പ് ഉണ്ട്, ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കട്ടെ. അപ്പൊ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ്. എല്ലാവരും നോക്കി സപ്പോർട്ട് ചെയ്യാം. സബ്സ്ക്രൈബ് ആക്കുന്നുണ്ട്, ആക്കാതൊന്നുമില്ല. ലൈക്ക് ചെയ്യാട്ടാ. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അറിയിക്കാതെ അന്നേ പറയണ്ടല്ലോ. പിന്നെ ഞാൻ ഇയറിംഗ് എല്ലാം അയച്ചു വെച്ചിട്ടുണ്ട്. അതെങ്ങനെ ഫുള്ള് ക്ലോസ് ആക്കിയിട്ടിരിക്കുന്നു. പിന്നെ നമ്മൾ രണ്ടാളും ഒരേ കളർ തന്നെ. ഈ സൈഡിലേക്ക് കാണിക്കി, അങ്ങോട്ടല്ല ഇങ്ങോട്ട് സൈഡില് രണ്ടാളും പിസ്ത ഗ്രീൻ ആണ് ഇട്ടിട്ടുള്ളത് അല്ലേ? ഓക്കെ. പിന്നെ വേറെ എന്ത് വിശേഷം? വേറെ ഒരു വിശേഷവും ഇല്ല. പുതിയ 2 ഇന്ന് സലാത്ത് ഉണ്ട്, പള്ളിയിൽ സലാത്ത് ഉണ്ട്. അതിന് പോകണം. പിന്നെ എനിക്ക് എന്തെങ്കിലും വോമിറ്റിംഗ് അധികമായാല് വോമിറ്റിംഗ് ആയാലും ഞങ്ങക്ക് പോകാൻ മടിയാവും കേട്ടാ. പിന്നെ വേറെന്താ? പിന്നെ ഒരു പുതിയൊരു ഐഡിയ, സിറാജുദ്ദീൻ സിറാജ്. ഹായ്, ഹലോ, താങ്ക് യു. നിങ്ങളെ നല്ല നല്ല കമൻസിന് ഒരു പുതിയൊരു മെമ്പറാണ്. അവർക്കും ഹായ് പറയുന്നു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഇന്നലെ
എൻ്റെ ഒരു ഫ്രണ്ട് ഇന്നലെ വിളിച്ചിട്ടുണ്ട് കേട്ടാ. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ അബോർഷൻ സ്റ്റോറി ഇട്ടല്ലേ, അപ്പൊ അതിന് മുമ്പേ നമ്മൾ പർച്ചേസിംഗിന്റെ എല്ലാം ഇട്ടില്ലേ, ബേബിക്ക് ക്ലോത്ത് എല്ലാം പർച്ചേസിംഗ് ആക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അബോർഷൻ സ്റ്റോറി ഇട്ടപ്പോൾ ഒട്ടാകെ ഷോക്കായി പോയിട്ടാ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ഒട്ടാകെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ബട്ട് നമ്മൾ ഇപ്പോൾ അങ്ങനെയൊന്നും കോണ്ടാക്ട് ഒന്നും ഇല്ല. പക്ഷെ എന്നാലും രണ്ടാളെ മനസ്സിലും അതുണ്ട്. നമ്മൾ ചെറുപ്പം തൊട്ടിട്ട് നമ്മൾ ആ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ഇല്ലേ, ആ ഫ്രണ്ട്ഷിപ്പാണ് കേട്ടോ. എല്ലാത്തിനും നമ്മൾ എന്ത് കുരുത്തക്കിടനും നല്ലതിനും എല്ലാം ഒപ്പം നിൽക്കുന്നുണ്ടായ ഒരു ഫ്രണ്ടായിരുന്നു നമ്മൾ രണ്ടുപേരും. അപ്പോൾ ഓള് വിളിച്ചിട്ട് ഇന്നലെ ഫുള്ള് ഭയങ്കര ടെൻഷൻ ഇട്ട്. അങ്ങനെ 2-3 കോൾ എനിക്ക് വന്ന്, എന്തായിപ്പോയി, അബോഷനായി, പിന്നെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കുറേ ചീത്ത പറഞ്ഞ്. ഇല്ല എന്ന് പറയുമ്പോൾ ഇനി അങ്ങനത്തെ വീഡിയോ ഇടരുത്, നീ പ്രസവിക്കുന്നവരെ അത് ഇത് നിൽക്കുക. അപ്പോൾ ഒത്തിരി താങ്ക്സ് അല്ലേ, നമ്മൾ അത്രയും കെയർ ആക്കുന്നുണ്ട്. പിന്നെ കുറേ കെയറിങ് ചെയ്യാൻ കുറേ ടിപ്സുകളെല്ലാം പറഞ്ഞു തന്ന്. അപ്പോൾ താങ്ക്സ്. അപ്പോൾ ഓക്കെ, ഇപ്പോൾ ഒരു ചെറിയ മോനുണ്ട്, നല്ല ക്യൂട്ടായിട്ട് ഒരു ലുട്ടാപ്പി കുട്ടിയുണ്ട്. മാഷാ അല്ലാ. അങ്ങനെ അതൊരു വിശേഷം. അപ്പോൾ ആ ഫ്രണ്ട്സിനും എൻ്റെ ബിഗ് താങ്ക്സ് ആൻഡ് ഹായ് കേട്ടാ. എന്നും മനസ്സിലുണ്ടാവും. കുറേ ഫ്രണ്ട്ഷിപ്പെല്ലാം അങ്ങനെയാണ്, നമുക്ക് എപ്പോഴും കാണിക്കാൻ പറ്റൂല അല്ലേ. പിന്നെ എന്നും ക്ലോസും ആയിരിക്കൂല, എന്നും മെസ്സേജ് ആക്കൂല, എന്നും നമ്മൾ കോണ്ടാക്റ്റും ഉണ്ടാവില്ല. പക്ഷെ എന്നും ഹാർട്ടിൻ്റെ ഉള്ളിൽ അതുണ്ടാവും. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടോ? നല്ലൊരു ഗുഡ് ഫ്രണ്ട്. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അങ്ങനല്ല, ഈ ഒരു ഞാനിപ്പോ പറഞ്ഞില്ലേ, ഈ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാന്ന് പറഞ്ഞാല് നമ്മള് ഒരുമിച്ച് 1, 2, 3 ചോറ് വയ്ക്കലും എല്ലാം ഒരുമിച്ച് ചെയ്യുന്ന ഫ്രണ്ട്സ് ആയിരുന്നു. മനസ്സിലായോ? എന്നുവെച്ചാല് നമ്മളിപ്പോ ക്ലോസ് അല്ല. അവര് അവരുടെ ലൈഫിൽ ബിസിയാണ്, ഞാൻ എൻ്റെ ലൈഫിൽ ബിസിയാണ്. അവർ കുറേ ദൂരെയാണ് ഉള്ളത്. എങ്കിലും എന്നും മനസ്സിൽ എപ്പോഴും നമ്മൾ ആ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട്ഷിപ്പ് കൊണ്ടു നടക്കുമല്ലോ, അങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരു ഫ്രണ്ട്ഷിപ്പാണ്. നമുക്ക് രണ്ടാളെ നടുക്ക് ഒരു ഒളിച്ചു മറവ് അങ്ങനത്തെ ഒന്നുമില്ല. അങ്ങനത്തെ ഒന്നുമില്ല. ഒളിച്ചു മറവ് എന്ന് പറഞ്ഞാല് അങ്ങനത്തതല്ല ഞാൻ പറയുന്നത്. അത്രക്കും നല്ലൊരു പ്യൂർ ആയിട്ടുള്ള കുരുത്തക്കിടനാണെങ്കിലും ചൊറക്കാണെങ്കിലും നല്ല കൂടെ ഉള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടാ. ആള് എന്താ പറയാ, ഇനി എനിക്ക് വന്നാൽ ഞാൻ കാണിച്ചിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടുണ്ടല്ലേ? നിങ്ങളെ നല്ല അറിയാം. ഇന്നലെ ചോദിച്ചു നിയാസ്ക എന്താക്കുന്നുണ്ടെന്നല്ലോ. വീഡിയോ കാണലുണ്ട് എപ്പോഴും. അപ്പോൾ അങ്ങനെ ഒരുപാട് നല്ല നല്ല ഫ്രണ്ട്സ് എല്ലാം ഉണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. പിന്നെ ഇനി എന്തെല്ലാം വീഡിയോ നിങ്ങൾക്ക് വരാനുള്ളത്? ഇപ്പം പെട്ടെന്നുള്ളത് നിയാസ്ക ഇവിടെ കറി നോക്കുന്നുണ്ട് കേട്ടോ. അതാ അങ്ങോട്ടേക്ക് നോക്കുന്നത്, കറി വെന്ത് പോയാന്ന്. പിന്നെ നാളെ ഞാൻ അനോമലി സ്കാൻ്റെ എല്ലാ റിപ്പോർട്ടും ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഞാൻ കാണിക്കാത്തത് ഇപ്പൊ പറയാത്തത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഡോക്ടറിനെ വിസിറ്റ് ചെയ്തിട്ടില്ല അല്ലേ. നമ്മൾ നാളെ ഡോക്ടർ വരുള്ളൂ. എന്താ പറയാ ഡോക്ടറിനെ കൺസൾട്ട് ആക്കിയിട്ട് ഡോക്ടർ പറയും. ഡോക്ടർ പറയും. നമ്മളിപ്പോ നമ്മളെ ഒരു ബുദ്ധി പിന്നെ നിയാസ്കാന്റെ എഡ്യൂക്കേഷനെല്ലാം വെച്ച് നോക്കുമ്പോ എല്ലാം നോർമൽ തന്നെ അല്ലേ, എല്ലാം നോർമലാണ്. പക്ഷെ എന്നാലും നമുക്ക് പറയാനായിട്ട് നാളെ ഡോക്ടർ എന്താ പറയുന്നതെന്ന് നോക്കാം. നാളെ പറ്റിയാൽ ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്ന വീഡിയോ എടുക്കാട്ടെ, പറയലേ ഉണ്ടാവുള്ളൂ. അപ്പോഴത്തേക്ക് എനിക്ക് എന്തെങ്കിലും കഴിയാതാവും, ഞാൻ എടുക്കൂല. നിയാസ്ക ഉണ്ടാവില്ല, ഞാൻ ഒറ്റയ്ക്കേ പോവുള്ളൂ. പിന്നെ നാളെ റിപ്പോർട്ട് ഞാൻ പറഞ്ഞുതരാം, എന്താ എങ്ങനെയാ നോർമലാണോ എല്ലാം. ബേബിൻ്റെ വെയിറ്റ് ഒരാഴ്ച മുമ്പേ എടുത്ത വെയിറ്റെല്ലാം നിങ്ങൾ കണ്ടതാണ്. 255 എന്തോ ഉണ്ടായി. 1 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ വെയിറ്റ് കൂടിയിട്ടുണ്ട് ബേബിൻ്റെ. എന്താന്നൊക്കെ എല്ലാം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇരുട്ടായിക്കൊണ്ട് വരുന്നുണ്ട്. ഇനിയിപ്പോ അധികം അധികം നേരം പുറത്തിരുത്താൻ പറ്റില്ല. എന്നെ അധികം നേരം പുറത്തിരുത്തൂല. 6 മണിയായി. അതുകൊണ്ട് 6 മണിക്ക് ശേഷം കുറച്ച് കഴിഞ്ഞ് നമുക്ക് കണ്ടിന്യൂ ആക്കാം. അതുവരെ ഒരു ചെറിയൊരു ബ്രേക്ക് ഒന്നുമില്ല. ബാക്കിയുള്ള വീഡിയോ എല്ലാം കണ്ടിട്ട് വരും കേട്ടാ. അപ്പൊ ബൈ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആള് സബ്സ്ക്രൈബ് ചെയ്യാട്ടാ. ഓക്കെ, ബൈ ബൈ. അപ്പോൾ ഇതാ വിശേഷം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ സ്കാനിങ്ങിന് പോയ വിശേഷം കേട്ടോ ഇത്. സ്കാനിങ്ങിന് പോയിട്ട് സ്കാനിങ് സെൻറ്ററിൽ നമ്മൾ ടോക്കൺ എടുത്ത് പൈസ എല്ലാം അടച്ച്. അപ്പോൾ ഡോക്ടർ വരാൻ വൈകും എന്ന് പറഞ്ഞപ്പോൾ നിയാസ്ക ഹെയർ കട്ടാക്കാൻ വേണ്ടി പോയെന്ന് പറഞ്ഞല്ലേ ഞാൻ. അപ്പോൾ ആ സലോൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് എടുത്തതാട്ടോ. നല്ല അടിപൊളിയായിട്ട് കട്ടാക്കി തന്നല്ലേ നിയാസ്ക? അടിപൊളിയായിട്ട് ഹെയർ കട്ടാക്കി തന്നു. സൂപ്പർ കട്ടിങ് ആയിരുന്നു. പിന്നെ ഉള്ളിലും കാണാൻ നല്ല വൃത്തിയുണ്ടായി അല്ലേ. സലൂണിൻ്റെ ഉള്ളിലും നല്ല വൃത്തിയെല്ലാം ഉണ്ട് കാണാൻ. അങ്ങനെ ഇങ്ങനെ കണ്ടു നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചു നിയാസ്ക ഫുള്ള് മുട്ടയാക്കാൻ പോകുക. എന്നിട്ട് ആ വാക്കിലെല്ലാം കുറേ ഇങ്ങനെ വരണ്ടി എടുത്തിട്ട് അല്ലേ നിയാസ്ക
ഇത് ഞാൻ കട്ടാക്കും പോലെ ആയിട്ടുണ്ടാ? അങ്ങനെ നിയാസ്ക ഹെയർ കട്ടെല്ലാം ആക്കി വന്നിട്ടാകുമ്പോൾ ഒരു സൈഡിലേക്ക് കുറച്ച് മുടി ഇങ്ങനെ വാല് പോലെ നിൽക്കുന്നുണ്ടായി. പിന്നെ രണ്ടാമത് ഉള്ളിൽ പോയിട്ട് അതെല്ലാം ശരിയാക്കിയിട്ട് വന്നിട്ട് പിന്നെ നമ്മൾ എന്താ ഈ സൈഡെല്ലാം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തന്നെ നോർമലി ഹെയർ കട്ടാക്കുന്നത്. ഞാനും ഇങ്ങനെ തന്നെ എല്ലാം ആക്കി ചേർത്ത്. പക്ഷെ ഞാനാക്കുന്ന അത്ര ഒന്നും പാങ്ങായിട്ടില്ല. അവിടെ കുറച്ച് ബാല് പോലെ ഉണ്ടെന്ന് പറയാൻ പോയി രണ്ടാമതും ഹെയർ കട്ട് രണ്ടാമതും ചെയ്തിട്ട് വന്ന്. അപ്പോൾ ശരിക്കും നല്ല അടിപൊളി ഹെയർ കട്ടെല്ലാം ആക്കി ഞാൻ വരുമ്പോൾ നിയാസ്ക ചെറിയ വീഡിയോ എടുത്തതാട്ടാ. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ സ്കാനിങ് സെൻറ്ററിലേക്ക് പോയി സ്കാനിങ് ആയി റിപ്പോർട്ട് മേടിച്ചല്ലേ. കുറേ സമയം ഇരുന്ന് എനിക്ക് 5 ടോക്കൺ നമ്പർ. നമ്മൾ 3 ദിവസം മുമ്പേ അപ്പോയിൻമെൻറ്റ് എടുത്തല്ലേ, എന്നിട്ട് നമുക്ക് 5 കിട്ടിയല്ലേ നിയാസ്ക. എന്നിട്ട് സ്കാനിങ് എല്ലാം കഴിഞ്ഞ് മീൻ മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മീൻ മാർക്കറ്റിലേക്ക് പോയട്ടാ. അപ്പോൾ കൊയില നമ്മൾ മിഞ്ഞാന്ന് മേടിച്ചിരുന്ന നല്ല ടേസ്റ്റ് ഉണ്ടായില്ലേ നിയാസ്ക? ഫ്ലാറ്റ് കൊയിലാണ് മേടിച്ചത്, ഇത് ഉണ്ട കൊയിലാണ്. അതെന്തോ എനിക്കറിയില്ല കേട്ടോ, മീനിൻ്റെ അങ്ങനത്തെ വെറൈറ്റി എല്ലാം നിയാസ്കൊക്കെ അറിയുള്ളൂ, ഉണ്ട ഫ്ലാറ്റല്ലോ. അപ്പോൾ ഇത് ഫ്രൈ ആക്കാൻ നല്ല അടിപൊളി മീനാട്ടാ. അപ്പോൾ അങ്ങനെ ഇത് എത്രയുണ്ട്? 1.5 ഒരു 100 ഗ്രാം കുറവ്, 1.5 കിലോൻ്റെ അടുത്തുള്ള ഒരു കൊയില മീൻ മേടിച്ച് അത് കട്ട് ചെയ്തിട്ട് ഇത് ഏകദേശം നമുക്ക് 2-3 ദിവസത്തിന് ഉണ്ടാവില്ലേ നിയാസ്ക? നമ്മളെല്ലാം പൂച്ചകളാണ്. മീൻ പക്ഷി നിയാസ്ക കുറച്ച് കുറവല്ലേ, ഞാൻ നല്ലോണം മീൻ തിന്നും. അപ്പോൾ ഇത് ഫ്രൈക്ക് നല്ല പാങ്ങിടട്ടോ. അങ്ങനെ മീനും തലയെല്ലാം മേടിച്ച് വന്ന് ആ കറി വെക്കുന്നതെല്ലാം പിന്നെ കാണിച്ചു തരാം. അങ്ങനെ പെരക്കേക്ക് വന്ന് നോക്കുമ്പോൾ 3 പാർസൽ വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നിയാസ്കനോട് പറഞ്ഞു ഏതായാലും ഇതും ഈ വീഡിയോ തന്നെ ഇൻക്ലൂഡ് ആക്കാന്ന്. അപ്പോൾ ഇത് നിയാസ്കക്ക് ഒരു ചെരുപ്പ് കൊണ്ടുവച്ചതാട്ടോ. നിയാസ്ക വേണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് സമ്മതിച്ചിട്ട് എടുത്തതല്ലേ ഇത് ക്യാൻസലാക്കാന്ന് പറഞ്ഞിട്ട് നിയാസ്കന്നെ ബുക്കാക്കിയ. നോക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ട് ചെരുപ്പ്. നിങ്ങൾക്ക് ഇഷ്ടമായോ? ചെറിയ പൈസയല്ലേ ഉള്ളൂ, നല്ല സാധനം. ചെറിയ പൈസക്ക് മീഷോ ഒന്ന് മേടിച്ചതാട്ടോ. ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ മേടിച്ചോളി. ലിങ്ക് വേണമെങ്കിൽ ചോദിച്ചാലും ഞാൻ ഇട്ട് തരാം, അല്ലാതെ ഇട്ട് തരൂല അല്ലേ. നല്ല സോഫ്റ്റ് ഉണ്ട്. ഞാൻ വിചാരിച്ച് ഇതിന് മുമ്പേ ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ കിട്ടിയിട്ടുണ്ടായി നമുക്കല്ലേ, നിയാക്ക് ബുക്കാക്കിയപ്പോൾ അതുപോലത്തതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ 2 ബെഡ്ഷീറ്റ് ബുക്കാക്കിയിട്ടുണ്ടായി. നമ്മളെ ബേബി വരുമ്പോഴത്തേക്ക് കോട്ടൺ ബെഡ്ഷീറ്റ് എല്ലാം വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പഴയ മോഡൽ. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇത് ഗുജറാത്ത് സൈഡിൽ ചെറുപ്പത്തിൽ വീട്ടിലുണ്ടായപ്പോൾ ഇങ്ങനത്തെ ഒരു ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഡോളുകളും ബൊമ്പയിലുള്ളതല്ലേ, ഡാൻസ് കളിക്കുന്ന അങ്ങനത്തെ ലേഡീസ് എല്ലാം ഉള്ളത്. ലേഡീസ് എല്ലാം ഉള്ള ഇമേജ് ഉള്ളത് കേട്ടോ. ശരിക്കും ഇങ്ങനെ ഇമേജ് ഉള്ള ബെഡ്ഷീറ്റ് ഇടാൻ പാടില്ല എന്ന് പറയൂ. എന്താക്കല് ഞാൻ ബുക്കാക്കുന്ന സമയത്ത് ആ ഇമേജ് ഒന്നും കണ്ടിട്ടില്ല. പിന്നെ എൻ്റെ അടുത്ത് ഉള്ളത് എല്ലാം ഒരു ടൈപ്പ് സിന്തറ്റിക് മെറ്റീരിയൽ. നമ്മൾ കോട്ടൻ്റെ 2-3 ബെഡ്ഷീറ്റും പാളായി പോയിനല്ലേ, അത് പഴയതായിട്ടുണ്ട്. അപ്പോൾ ബേബിയെല്ലാം വരുന്ന സമയത്ത് ബെഡ്ഷീറ്റ് എത്ര ഉണ്ടെങ്കിലും മതിയാവില്ല നമുക്ക്. അപ്പോൾ അങ്ങനെ ബെഡ്ഷീറ്റ് മേടിച്ചു. പിന്നെ വേഗം ക്യൂരിയാസിറ്റിയിൽ ഓപ്പൺ ആക്കുന്നത് ഞാൻ ഈ ബെഡ്ഷീറ്റാണ്. കാരണം ഞാൻ നല്ല ബ്ലഡ് റെഡ് കളറാണ് ഈ ബെഡ്ഷീറ്റ് ഞാൻ ബുക്കാക്കിയത്. വന്ന് നോക്കുമ്പോൾ ഇത് മറൂണാണ്. പക്ഷേ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിൽ കാണിക്കുന്നത് ബ്രൗൺ കളർ. ഇതിന് ഞാൻ ബ്രൗൺ കളർ ഒന്നും അറിയില്ല, നിങ്ങൾ പറയോ? മറൂൺ കളർ കേട്ടാ. അത് കൊടുത്ത് അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ മേടിച്ച മീനും മീനിൻ്റെ തലയെല്ലാം ഉണ്ടല്ലേ. അപ്പോൾ ഇന്ന് പിന്നെ നിയാസ്ക മിസ്റ്റർ കുക്കിന്റെ തലക്കറി അമ്മ നെയ്മീൻ എന്ത് പറ ആ വലിയ മീന് എങ്ങനെ ഫ്ലാറ്റ് ആയിട്ടുണ്ടായാലും അത് നെയ്മീൻ. കൊയില മീൻ നമ്മൾ മേടിച്ചേ അത് ഇങ്ങനെ അടുപ്പിൽ വെച്ചാലേ പാങ്ങുണ്ടാവുള്ളൂ. ഓ അടിപൊളി ടേസ്റ്റ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ പറഞ്ഞിന് നല്ല ടേസ്റ്റ് ഉണ്ടായി. വെള്ളം വേണ്ടേ? നല്ല രസമുണ്ട്. മഴ വരും പോലെ തോന്നുന്നുണ്ട്. ഇതാ തലക്കറി. ഇത് കുറച്ചേ ഉള്ളൂ അല്ലേ? അതെന്ത് വിനീഗർ? ഡ്രൈ ആക്കുന്നല്ലേ? ഇതാടെ ശിവാ ഇങ്ങോട്ടേക്ക് സൈഡ് നോക്കി. ചെമ്പത്ത് പക്ഷി അതിൻ്റെ ഉള്ളില്
ഇതാ എൻ്റെ ഉള്ളിലുണ്ട് അല്ലേ. ഗുഡ് ലക്ക്. കാണാതെ കുറേ ആയല്ലേ ഇതിന്. എവിടുന്ന് എനിക്ക് ദിവസം ഗുഡ് ലക്ക് തന്നെയല്ലേ ഇനി. നമ്മൾ ഗ്യാസിൽ വെച്ചാൽ ഈ ടേസ്റ്റ് കിട്ടൂലേ? ഗ്യാസിലാ? കയ്യിലിൻ്റെ ബാക്കിലെല്ലാം ഇതാ ഒരാൾ കാത്തിരിക്കുന്നുണ്ട് മീൻ കറിക്ക് വേണ്ടിയിട്ട്. പുസ്സി മീൻകറി വേണോ? ഞാൻ നേരത്തെ കണ്ടില്ലേ ആ ഗുഡ് ലക്ക് പക്ഷി കാണുന്നുണ്ടെന്ന് തോന്നുന്നില്ല നിങ്ങൾക്ക്. അപ്പോൾ നിയാസ്ക വേഗം പോയിട്ട് മോള് കയറിയിട്ട് വീഡിയോ എടുത്തതാട്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പക്ഷി അത്. നിയാസ്കക്ക് ഇഷ്ടമുണ്ട് നിയാസ്ക? ഗുഡ് ലക്ക് ലക്ക്. മീനിടാൻ പോവാ. മീൻ്റെ കണ്ണ് ചോടി. കാണിക്ക്. അപ്പൊ ഇതാ നിയാസ്ക തലക്കറി ബന്ധാ കണ്ണല്ലുണ്ട്. എന്താന്നറിയില്ല ഇപ്പൊ തലക്കറി ഭയങ്കര ഇഷ്ടല്ലേ. ചാറായി പോയി അഡ്ജസ്റ്റ് ആക്കണം. അല്ല കുറച്ചൊരാടെ ഇരുന്നോട്ടെ പോകട്ടെ. ബന്ധുവിന് തലയല്ലേ പെട്ടെന്ന് വേവും. അധികം പറ്റാനൊന്നുമില്ല. കുറച്ചും കൂടി വെച്ചാല് അല്ല നമുക്ക് വെള്ളപ്പത്തിനുള്ളതല്ലേ. ചാറ് വേണം. ഓക്കെ അപ്പോൾ കറിയെല്ലാം ആയി. ഇന്ന് വെള്ളപ്പം പിന്നെ നെയ്മീൻ്റെ തലക്കറി വേണം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ തിന്നുമ്പോൾ വീഡിയോ എടുക്കുക. കുറച്ച് ചെറുങ്ങനെ വേറെന്താ പറയാനുള്ളത്? വേറെ ഒന്നും പറയാനില്ല. നമ്മൾ ഉച്ചക്ക് ചോറ് കഴിച്ചത് അത്ര ശരിയായില്ല കേട്ടോ. അതാണ് ഇപ്പോൾ സമയം വന്നിട്ട് 7:15 ഇപ്പം തന്നെ നമ്മൾ ഡിന്നർ കഴിക്കുന്നത് കേട്ടോ. എന്നിട്ട് കുട്ടികളെല്ലാം സലാത്തിന് പോകും. എൻ്റെ കാര്യം സംശയമാണ്. കുറച്ച് വോമിറ്റിംഗ് എല്ലാം വരുന്നുണ്ടെങ്കിൽ ഞാൻ പോകില്ല കേട്ടോ. കുറേ സമയം ഇരിക്കണമല്ലേ. നിയാസ്ക പോകുമായിരിക്കും ചിലപ്പോൾ. അപ്പോൾ ഇനി വെള്ളപ്പം പിന്നെന്താ നമ്മളെ തലക്കറി ഞാൻ കാണിച്ചു തരാം. വെള്ളപ്പൊട്ടിനെ എന്താ നല്ല വെള്ളപ്പം, നല്ല തല, മീൻ്റെ തല. അപ്പോൾ എന്താ എൻജോയ്. നല്ല അടിപൊളി. അടിപൊളിക്കൊരു സുഖമില്ലല്ലോ. നല്ല ഉണ്ട്. കുറച്ച് പുളി കുറവുണ്ട്. പുളി കുറച്ചതാ. പക്ഷെ മിന്നാത്തെ തലക്കറിൻ്റെ അത്ര ഒന്നുമില്ല. വലിയ തല, സിംഗിൾ തല അല്ലേ? ഓക്കെ. മിന്നാത്തെ ഒറ്റ തലയാ? നിങ്ങൾ തിന്നോക്ക് നിയാസ്ക. എന്തായി? ഉണ്ട്. നല്ലുണ്ടാ? അടിപൊളി അടിപൊളി. അപ്പോൾ അതിൻ്റെ പുറത്തേക്ക് ഞാൻ തീർക്കട്ടെ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ഫ്രം റസീന നിയാസ്. ഓക്കെ.